ഇന്ത്യയെ സഹായിക്കാൻ ഇസ്രായേൽ രംഗത്തിറങ്ങുകയാണ്. ഇസ്രായേൽ മാത്രമല്ല US-ഉം രംഗത്തിറങ്ങുകയാണ് എന്നുള്ളതാണ്. US-ന്റെ വ്യോമസേനാ വിമാനം കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ ഇറങ്ങി എന്നുള്ളതാണ്. ഏത് വിധേനയുമുള്ള തിരിച്ചടിക്ക ഇന്ത്യക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ ഒരു യുദ്ധത്തിന് തയ്യാറാകുമോ? ഇന്ത്യയുടെ ജനങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും സമാധാനവും കളഞ്ഞുകൊണ്ടുള്ള ഒരു യുദ്ധത്തിന് ഇന്ത്യ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. മാത്രമല്ല ഇസ്രായേലും ഇന്ത്യക്കൊപ്പം എന്നുള്ളതാണ്. കാരണം അവരുടെ ഫൈറ്റ് ജെറ്റുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഇസ്രായേൽ സൈനികപരമായും മൊസാദിനെയും ഒക്കെ വിട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള സഹായവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യക്ക് കിട്ടും എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിക്കൊണ്ട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത്. ഇന്ത്യക്ക് ഒരു സമ്മർദ്ദവും ഇല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം പാകിസ്ഥാനാണ് സമ്മർദ്ദം മുഴുവൻ. പാകിസ്ഥാന്റെ സൈനിക മേധാവി ഉൾപ്പെടെ ഇവിടെ നിന്ന് ഒളിച്ചോടി എന്നുള്ള വാർത്തകൾ, പാകിസ്ഥാനിൽ നിന്ന് ഓടിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സൈനിക മേധാവി ജീവനും കൊണ്ട് ഓടി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ നയതന്ത്രപരമായ ഒരു പ്രഹരം പാകിസ്ഥാന് നൽകിക്കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഊർജ, കാർഷിക, കുടിവെള്ള മേഖലകളെ തകർത്തുകൊണ്ടാണ് നയതന്ത്രപരമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രഹരം മോദി സർക്കാർ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഭീകരതയും ജലവും ഒരുമിച്ചൊഴുകണ്ട എന്ന് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനോട് പറയുന്നത്. നിങ്ങൾ ഈ ഭീകരവാദം അവസാനിപ്പിക്കൂ, ഭീകരവാദികളെ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് തുരത്തൂ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം, തീരുമാനിക്കാം എന്നുള്ളതാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ഞാൻ അനുവദിക്കില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി നിലപാട് സ്വീകരിക്കുമ്പോൾ പാകിസ്ഥാൻ ഭയന്നുകൊണ്ട് പിച്ചും പേയും പുലമ്പുകയാണ്. അതായത് ഞങ്ങൾക്ക് 130 ആണവ ആയുധങ്ങളുണ്ട്, ഇത് 130 ഞങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു, ഇന്ത്യയുടെ നെഞ്ചത്ത് പ്രയോഗിക്കാൻ ഞങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു എന്നൊക്കെ, ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് സഹായവുമായി ചൈനയുണ്ട് എന്നൊക്കെ പരോക്ഷമായി പാകിസ്ഥാൻ പറയുമ്പോൾ ചൈനയ്ക്കുള്ളത് ഞങ്ങൾ വച്ചിട്ടുണ്ട്, അത് പിന്നീടാവട്ടെ, ആദ്യം നിങ്ങളുടെ കാര്യം തീർക്കട്ടെ എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ബലൂചിസ്ഥാൻ ഇന്ത്യക്കൊപ്പമുണ്ട് എന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം ബലൂജ് ആർമി കഴിഞ്ഞ ദിവസം 7 പാക് സൈനികരെയാണ് വധിച്ചത്. അതായത് കൃത്യമായ നിലപാട് ബലൂചിസ്ഥാൻ ഇന്ത്യക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എടുക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാന് മേൽ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തീവ്രവാദികളെ വളർത്തുന്നു. ഇന്ത്യയുടെ സ്വർഗം എന്നറിയപ്പെടുന്ന കശ്മീരിനെ തകർക്കാൻ ഭീകരവാദികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ ഭീകരർ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷം പാകിസ്ഥാനോട് ക്ഷമിക്കാൻ മോദി സർക്കാർ തയ്യാറല്ല. ഈ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖയിൽ, അതായത് LOCയിൽ മുൻനിരയിൽ നിന്ന് ശക്തമായ നടപടികൾ ആരംഭിച്ചതായും ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് കോർഡൺ ആൻഡ് സെർച്ച് ഓപ്പറേഷനുകൾ ശക്തമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ കർശന നിലപാടിന്റെയും സൈനിക നീക്കങ്ങളുടെയും ആഘാതം പാകിസ്ഥാനിൽ പ്രകടമാണ്. ഇന്ത്യ ഒരു വലിയ സൈനിക നടപടിക്ക് തയ്യാറെടുക്കുന്നു എന്ന ഭയം പാകിസ്ഥാനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി പാപ്പരായ പാകിസ്ഥാൻ സർക്കാർ സാഹചര്യം നേരിടാൻ പ്രഖ്യാപിത തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പാക് അധിനിവേശ കശ്മീരിലെ ഭരണകൂടം അടിയന്തര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ അവധികളും സ്ഥലം മാറ്റങ്ങളും ഉടനടി നിർത്തിവെക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഛലംവാലിയിലെ ആരോഗ്യ ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ ഉത്തരവിൽ അടിയന്തര സാഹചര്യം ചൂണ്ടിക്കാട്ടി എല്ലാ ആശുപത്രികളിലെയും ആരോഗ്യ യൂണിറ്റുകളിലെയും ജീവനക്കാർ അതത് ഡ്യൂട്ടി പോയിന്റുകളിൽ തന്നെ തുടരണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ഒരു ജീവനക്കാരനും അവധിയോ സ്ഥലം മാറ്റത്തിനുള്ള അനുമതിയോ നൽകില്ലെന്നും സർക്കാർ വാഹനങ്ങൾ സ്വകാര്യ ഉപയോഗത്തിന് ഉപയോഗിക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നു. POK ഭരണകൂടത്തിന്റെ ഈ പെട്ടെന്നുള്ള നീക്കം പാകിസ്ഥാൻ സർക്കാരിന്റെ പരിഭ്രാന്തിയെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളും ഈ അടിയന്തര ഉത്തരവ് ഗൗരവമായാണ് കാണുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം, പ്രത്യേകിച്ച് പഹൽഗാമിന് എതിർവശത്തുള്ള പ്രദേശങ്ങളിൽ സാധാരണമായി സൈനിക പ്രവർത്തനങ്ങളോ തീവ്രവാദ പ്രവർത്തനങ്ങളോ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ ഏജൻസികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അടിയന്തര അവസ്ഥ, അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ എല്ലായ്പ്പോഴും തയ്യാറായിരിക്കാൻ ജില്ലാ ആസ്ഥാന ആശുപത്രികളിലെയും
ജില്ലയിലെ എല്ലാ മെഡിക്കൽ സെന്ററുകളിലെ ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ആംബുലൻസ് ഡ്രൈവർമാർ എന്നിവർ ഉൾപ്പെടെ എല്ലാ ആരോഗ്യ കേന്ദ്ര ചുമതലയുള്ളവർക്കും നിർദ്ദേശം നൽകുന്നു. നിലവിൽ അവധിയിലുള്ള എല്ലാ മെഡിക്കൽ ഓഫീസർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും അവരുടെ ഡ്യൂട്ടി സ്റ്റേഷൻ വിടുന്നതിന് മുൻപ് അവധി റദ്ദാക്കി ഓഫീസിൽ നിന്ന് രേഖാമൂലമുള്ള അനുമതി വാങ്ങണം. അശ്രദ്ധ കാണിച്ചാൽ ബന്ധപ്പെട്ടവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. ഈ ഉത്തരവ് ഉടനടി പ്രാബല്യത്തിൽ വരും. ഛലംവാലി ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇതാണ്. അതായത് കൃത്യമായി തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ള ഭയം പാകിസ്ഥാനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് തരത്തിലായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി എന്നുള്ളതാണ് നമുക്കറിയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൈന ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടയാനായി ഏത് തരത്തിലുള്ള യുദ്ധമായിരിക്കും. അങ്ങനെ യുദ്ധം നടത്തിയാൽ പാകിസ്ഥാന് ആയുധങ്ങളും പണവും നൽകിക്കൊണ്ട് പാകിസ്ഥാനെ വളർത്തുന്ന തരത്തിലേക്ക് പാകിസ്ഥാന്റെ പിന്നിൽ നിന്ന് ഇന്ത്യയെ തകർക്കാം എന്നതാണ് ചൈനയുടെ കുരുട്ടുബുദ്ധി എന്ന് പറയുന്നത്. അത് കൃത്യമായി ഇന്ത്യക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ചൈനയുടെ ബുദ്ധിയൊന്നും അല്ലെങ്കിൽ ചൈനയുടെ തന്ത്രമൊന്നും ഇന്ത്യയുടെ അടുത്ത് നടക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യ കര, വ്യോമ, നാവിക സേനകളെല്ലാം സജ്ജമായി നിൽക്കുന്നുണ്ട്. ഈ അടി അത് ഏത് തരത്തിലായിരിക്കും, തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ ആ തിരിച്ചടി ഏത് രീതിയിലുള്ള ശക്തമായ രീതിയിലായിരിക്കുമെന്നുള്ളത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. മൗനമായി മോദി തുടരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം മോദിയുടെ മൗനത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നരേന്ദ്രമോദി ഇപ്പോൾ മൗനത്തിലാണ്. ചില പ്രസംഗങ്ങൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പുറം അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരിടത്തും പറയുന്നില്ല, ഒരിടത്തും വ്യക്തമാക്കുന്നുമില്ല. എല്ലാവരും സജ്ജമാണ്. നമുക്ക് ആയുധ ശേഖരണങ്ങളുണ്ട്, ആണവായുധങ്ങളുണ്ട്. ആരും ഇങ്ങോട്ട് കയറി ചൊറിയാൻ വരണ്ട. ഞങ്ങളെ ജനങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകും. ഈ ശക്തമായ തിരിച്ചടി എന്ന് പല തവണ മോദി ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭീകരരെ കയ്യിൽ കിട്ടിയാൽ ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നറിയാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ആദ്യം. ഇപ്പോൾ അതിൽ പ്രവർത്തിച്ച ഒരു ഭീകരന്റെ അമ്മ തന്നെ പറയുന്നുണ്ട്, സൈനികർക്ക് മുന്നിൽ കീഴടക്കും, അവർ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, കാരണം നിന്നെ കാരണം ജീവിക്കാൻ പോലും കഴിയുന്നില്ല, ഭീകരവാദിയായി മാറിക്കൊണ്ട് ഞങ്ങളുടെ വീടുകൾ തകർത്തു, ഞങ്ങളിപ്പോൾ നട റോഡിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭീകരവാദിയുടെ അമ്മ തന്നെ രംഗത്തെത്തുന്നുണ്ട്. ചിലപ്പോൾ അവർ അറിയാൻ ഉണ്ടാവില്ല. ഇയാൾ ISIയുടെ പരിശീലന ക്യാമ്പിലും ഹമാസിന്റെ പരിശീലന ക്യാമ്പിലും ഒക്കെ എത്തി രാജ്യത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക മറ്റു രാജ്യങ്ങളെ തകർക്കാനായി ഇയാൾ ശ്രമിക്കുന്ന കാര്യമൊന്നും ഒരുപക്ഷെ അമ്മയ്ക്ക് അറിയില്ലായിരിക്കാം. എന്തായാലും പഹൽഗാമിന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകും. അതിന് ഇസ്രായേലും US ഒക്കെ ഒപ്പമുണ്ട് എന്നുള്ള അവർ ചിലപ്പോൾ US ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാകാം ഇന്ത്യയെ സാമ്പത്തികമായി അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകണമെന്ന്. പക്ഷെ എങ്കിൽ പോലും വ്യോമസേന വിമാനങ്ങൾ തന്നുകൊണ്ട് നമ്മളെ സഹായിക്കാം എന്ന് പറയുമ്പോഴും ഇന്ത്യ പറയുന്നു ഞങ്ങൾക്കെല്ലാം ഉണ്ട്, നിങ്ങളുടെ ആരുടെയും ആവശ്യമില്ല. പക്ഷെ ഇസ്രായേൽ കൃത്യമായ നിലപാട് ഇന്ത്യക്കൊപ്പം എടുക്കുന്നുണ്ട്. പലപ്പോഴും ഇന്ത്യയെ സഹായിച്ച ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ സഹായം ഇരു കൈയും നീട്ടി ഇന്ത്യ സ്വീകരിക്കുന്നുമുണ്ട്.